ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിൽ തന്നെ പ്രഥമ ടൂർണമെൻ്റ് ആയിട്ടുള്ള ISL നടക്കുമോ എന്ന് പോലും നിലവിൽ അറിയത്തില്ല. കാരണം 2-3 ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു മിനിഞ്ഞാന്നോട് കൂടി തന്നെ AFF ISLലെ എല്ലാ ക്ലബ്ബുകളുടെയും ക്യാപ്റ്റന്മാരും CEOയുമായിട്ടും ഒക്കെ തന്നെ ഒരു മീറ്റിംഗ് 2 ഘട്ടങ്ങളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 5 മണിക്കും പിന്നെ ഒരു മീറ്റിംഗ്, 6 മണിക്കും മറ്റൊരു മീറ്റിംഗ്, 7 മണിക്കും എന്നിങ്ങനെ ഘട്ടമായിട്ട് 2 മീറ്റിങ്ങുകൾ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു വ്യക്തമായ ഒരു കാര്യം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ആരാധകർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ISL ടൂർണമെൻറ്റ് ഈ വർഷം നടക്കുമെന്നും, അതായത് ഈ വർഷം എന്ന് പറഞ്ഞാൽ ഈ 2025-26 എഡിഷൻ നടക്കുമെന്നും, അത് വരുവാനായിട്ട് പോകുന്ന 2026 ഏപ്രിൽ അല്ല, ജനുവരിയോടുകൂടി, ജനുവരി ആദ്യ അല്ലെങ്കിൽ 2-ാം വാരത്തോടു കൂടി ആരംഭിക്കുമെന്നും 180 മത്സരങ്ങളുള്ള ഈ ഒരു ടൂർണമെൻറ്റ് 150 ദിവസം കൊണ്ട്, അതായത് മെയ് മാസത്തോടു കൂടി അവസാനിപ്പിക്കുമെന്നുമായിരുന്നു അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അന്ന് നൽകിയിട്ടുണ്ടായിരുന്നു ഉറപ്പ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പല ക്ലബ്ബുകളും ഈ ഒരു കാര്യത്തിൽ ഒരു പൂർണ്ണ വിശ്വസ്തത നൽകാത്തതിനാൽ തന്നെ പല ISL താരങ്ങളും തങ്ങളുടെ ഒരു പ്രതിഷേധമായ തർക്കത്തിൽ അവർ സുപ്രീം കോടതിനെയൊക്കെ തന്നെ നിലവിൽ സമീപിക്കുന്നുണ്ട്. കാരണം അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ട്രെയിനിങ് സെക്ഷനോ അല്ലെങ്കിൽ ഈ ഒരു ISL നടക്കുമെന്നൊരു കാര്യത്തിലുള്ളൊരു കൺഫർമേഷൻ ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല. കാരണം ISL എന്ന് നടക്കുമെന്നൊരു കാര്യത്തിലുള്ള പൂർണ്ണ വ്യക്തതയായിട്ട് അവർ പറഞ്ഞിട്ടില്ല. ISL ജനുവരിയിൽ ആരംഭിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതേസമയത്ത് പുതിയൊരു ടെൻഡർ വിളിക്കുകയോ അല്ലെങ്കിൽ പുതിയൊരു തരത്തിലുള്ള കാര്യങ്ങൾ അവരാ ചോദിക്കുന്ന സമയത്ത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പറയുന്നത് നവംബർ 29-ാം തീയതി സുപ്രീം കോർട്ടിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന വേർഡിക്റ്റ് അല്ലെങ്കിൽ അവർ തരുന്ന നിർദ്ദേശം അനുസരിച്ചായിരിക്കും ഇനി റീടെൻഡർ വിളിക്കണോ അതോ പുതിയ ടെൻഡർ ഓപ്പൺ ചെയ്യണോ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു വലിയൊരു ലാഗ് തന്നെ ഈ ഒരു കാര്യത്തിലുണ്ടാകും. അങ്ങനെ നോക്കുമ്പോൾ ISLൽ കോൺട്രാക്റ്റുള്ള പല താരങ്ങളുടെയും ഭാവി, അല്ലെങ്കിൽ ആ ഒരു ISLനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന പല താരങ്ങളുടെയും ഭാവി അവതാളത്തിലാവുകയായിരിക്കും ചെയ്യുക. അതിനാൽ തന്നെ പല താരങ്ങളും തങ്ങളുടെ വിമർശനം നിലവിൽ സുപ്രീം കോടതിനെ അറിയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അറിയിക്കുവാനായിട്ട് മുമ്പോട്ട് വരുന്നു എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. പോരാത്തതിന് ക്ലബ്ബുകൾ, അതായത് ISL ക്ലബ്ബുകളൊക്കെ തന്നെ ഫോഴ്സ് മേജറെ അപ്പീൽ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് താരങ്ങളുടെ കോൺട്രാക്റ്റ് റദ്ദാക്കുവാനായിട്ട് ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ആരോപണം കൂടി നിലവിൽ പുറത്തേക്ക് വന്നിട്ടുള്ള സാഹചര്യമാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ ഒരു ISL നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് ക്ലബ്ബുകൾക്ക് വളരെ, അല്ലെങ്കിൽ ക്ലബിൻ്റെ മാനേജ്മെൻറ്റിന് അത് വളരെ വലിയൊരു നഷ്ടം അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ട്, ക്രൈസിസ് നേരിടുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതിനാൽ തന്നെ ഉറപ്പായും അവർ ആ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള ശ്രമം നടത്തുന്നതായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് അഫക്റ്റ് ചെയ്യുക ISLനെ ഡിപ്പെൻഡ് ചെയ്ത് ISLുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട, അല്ലെങ്കിൽ ISL ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കുവാൻ വേണ്ടി മുൻപോട്ട് കടന്നു വന്നിട്ടുള്ള താരങ്ങളുടെ ഭാവി ഇല്ലാതാവുക എന്നതാണ്. സോ അതിനാൽ തന്നെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന നയത്തിൽ വളരെയധികം വലിയ പ്രശ്നങ്ങളാണ് ഉള്ളത്. ഇത് എത്രയും പെട്ടെന്ന് മാറ്റിക്കൊണ്ട് താരങ്ങൾക്ക് ഒരു നല്ലൊരു എക്കോസിസ്റ്റം, അതായത് കളിക്കുവാനായിട്ട് സാധിക്കുന്ന ഇന്ത്യയിലെ തന്നെ ടോപ്പ് 10 ലീഗായിട്ടുള്ള ISL എത്രയും പെട്ടെന്ന് ആരംഭിക്കുക മാത്രമാണ് ഇതിനൊരു പ്രതിസന്ധിയായിട്ട്, അല്ലെങ്കിൽ പ്രതിസന്ധി മാറ്റുവാനായിട്ട്, ഈ ഒരു പ്രതിസന്ധിക്ക് ഒരു മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കുന്നത്. പോരാത്തതിന് ISL ജനുവരിയിൽ ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഒരു ടൈറ്റ് ഷെഡ്യൂൾ ആയതിനാൽ തന്നെ അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, അതായത് 150 ദിവസങ്ങൾ 180 മത്സരങ്ങളെന്ന് പറയുമ്പോൾ, അതായത് ചിലപ്പോൾ ഒരു ദിവസമൊക്കെ തന്നെ 1-2 മത്സരങ്ങളൊക്കെ തന്നെ, അതായത് വീക്കെൻഡിൽ 2-4 മത്സരം, 4 അതിൽ ഏറെ മത്സരമോ നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അത് വളരെയധികം പ്രതിസന്ധി നേരിടുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എങ്കിൽ പോലും ഇത് മാനേജ് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന് കല്യാൺ ചൗബെ ആരാധകരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ISL നടക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത അവർ നൽകുന്നില്ല. ജനുവരിയിൽ ആരംഭിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇതുപോലെ തന്നെയായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഡിസംബറിൽ ആരംഭിക്കുമെന്ന് ഇതേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനാൽ തന്നെ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കണ്ടറിയേണ്ടതാണ് എന്താവുമെന്നുള്ളത്.